രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് പ്രധാനമായും ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചാണ്. ദൈവപരിപാലനയെക്കുറിച്ച് നമ്മളോട് വളരെ മനോഹരമായി സംസാരിക്കുന്ന വചനഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമാണ്. എങ്കിലും അച്ഛനൊരു നിമിഷം ഒന്ന് വായിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും എന്ന ജീവനെക്കുറിച്ചോ, എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്തു ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. ഈ വചനഭാഗം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഉൾക്കൊള്ളുവാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. നമ്മൾ ആദ്യമായി കാണുന്നത്, ദൈവം നമുക്ക് ജീവൻ നൽകിയെങ്കിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായതെല്ലാം ദൈവം തരും. അതിനായിട്ടൊട്ടും ഉത്കണ്ഠ വേണ്ട എന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. ഞാൻ ചങ്ങനാശ്ശേരി അരമനയിൽ താമസിച്ച് ശുശ്രൂഷ ചെയ്തിരുന്ന കാലം, ഞാനന്ന് കുർബാന അർപ്പിക്കുവാനായിട്ട് പോയിരുന്നത് പൊടിപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ബൈക്കിലാണ് യാത്ര. ഞാൻ യാത്ര തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. അപ്പം എൻ്റെ ഒരു രീതി അനുസരിച്ച് പെട്ടെന്ന് തമ്പുരാനോട് പരാതി പറഞ്ഞു, എൻ്റെ കർത്താവ് ഇപ്പോഴാണോ മഴ പെയ്ക്കാൻ കണ്ടത്? കുറച്ചുകൂടെ കഴിഞ്ഞങ്ങ് പെയ്ച്ചിരുന്നെങ്കിൽ എനിക്ക് ബൈക്കിൽ പോയി
കുർബാന അർപ്പിക്കുവാനായിട്ട് സാധിക്കും, അങ്ങേക്ക് മഴയും പെയ്യിക്കാൻ സാധിക്കും. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് പോലെ എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു. കർത്താവ് പ്രാർത്ഥന പൂർണ്ണമായും കേട്ടെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് മഴ ഒരു തുള്ളിക്കൊരു കുടം വെച്ച് ശക്തമായി പെയ്യാൻ തുടങ്ങി. അത് ഞാൻ രക്ഷപ്പെടുകയെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പതുക്കെ ബൈക്ക് നിർത്തി ഒരു മാടക്കടയിൽ കയറി അഭയം പ്രാപിച്ചു. ഒരല്പം ചാർത്ത് ഉണ്ട്, അവിടെ ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് അവിടെ നിന്നിട്ടുണ്ട്. നിന്ന് കഴിഞ്ഞപ്പോൾ മാടക്കടക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇതിൽ കൂടുതലൊന്നും മഴ കുറയാൻ പോകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലേലും എനിക്ക് പിടികിട്ടി. കടക്കാരൻ ഇൻഡയറക്റ്റായിട്ട് എന്നോട് പറഞ്ഞത്, ഒന്ന് പോയി തരാവോ, അച്ഛനോട് നിന്നാൽ കച്ചവടമൊന്നും നടക്കത്തില്ല എന്ന് തന്നെയാണ്. ഞാനതുകൊണ്ട് ഏതായാലും രക്ഷപ്പെടാം, പൊക്കളയാ എന്ന് വിചാരിച്ച്, മഴ നനഞ്ഞാണേലും പൊക്കളയാന്ന് വിചാരിച്ച് ബൈക്കിൽ കയറി. മഴയുണ്ട്, കണ്ണട വെള്ളം കൊണ്ടിങ്ങനെ അടിച്ച് ഇരിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഹെൽമെറ്റ് അന്നില്ല. അതൊക്കെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നനഞ്ഞു പോവുകയാണ്. പൊടിപ്പാറ പള്ളിയുടെ മുൻപിൽ ചെന്നപ്പോൾ നേരം വരുവില വെളുക്കുന്നേ ഉള്ളൂ, കണ്ണ് കാണാനും മേല. പെട്ടെന്ന് ഞാൻ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് ഞാൻ മറിഞ്ഞു വീണു. എൻ്റെ അവിടെ ഇവിടെ ഒക്കെ പൊട്ടി. എന്നെ ഒരു മീൻകാരൻ ചേട്ടൻ പൊക്കി നിർത്തി. ഞാൻ ചേട്ടന് നന്ദിയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ പൊടിപ്പാറ പള്ളിയിലെ അന്നത്തെ വികാരി അച്ഛനിപ്പോൾ റെസ്റ്റ് എടുക്കുന്നു. അച്ഛന് ഫാദർ ജോസഫ് കാലായിൽ, അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, ലൂയിസച്ചാ, ഇങ്ങേർക്ക് ഭയങ്കര ദൈവാനുഗ്രഹമുണ്ട്. ഞാനിങ്ങനെ മനസ്സിലായില്ലെന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. ദൈവാനുഗ്രഹം മനസ്സിലായി. അവിടെ ഇവിടെ ഒക്കെ പൊട്ടി വീണ് വിഷമിച്ചിരിക്കുമ്പോൾ ആ ദൈവാനുഗ്രഹം. അപ്പോൾ ഉടനെ അച്ഛൻ വിശദീകരിച്ചു. 5 മിനിറ്റ് മുൻപ് ഈ വൈദ്യുതി ഇതിൽ ഈ കമ്പിയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. 5 മിനിറ്റ് മുൻപാണ് അച്ഛൻ വന്ന് ഇടിച്ചിരുന്നെങ്കിൽ അച്ഛനിപ്പോൾ ഇല്ലാണ്ടായി പോയേനെ. ഞാൻ അകത്ത് കയറി ഫോൺ വിളിച്ച് ലൈൻ ഓഫ് ചെയ്തിട്ടാണ് അച്ഛൻ വന്ന് ഇടിച്ചത്. കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, 5 മിനിറ്റ് മുൻപ് ഇടിച്ചിരുന്നെങ്കിൽ അച്ഛനിപ്പോൾ ഇവിടെ കാണുകയില്ലായിരുന്നു എന്നച്ഛൻ വിശദീകരിച്ചപ്പോൾ ഈ കാര്യം പിടികിട്ടി. ഞാൻ ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, 5 മിനിറ്റ് എന്നെ മാടക്കടയിൽ നിൽക്കാൻ അനുവദിച്ചതിൻ്റെ രഹസ്യം എന്താണ്. അത് കഴിഞ്ഞ് സംഗതി റെഡിയായി, ഇവിടെ കുഴപ്പമില്ല എന്ന് വന്നപ്പോൾ പൊയ്ക്കുള്ളൂ എന്ന് പറഞ്ഞ് അയച്ചത് എന്തിനാണെന്ന് അപ്പോൾ മനസ്സിലായി. ഏതായാലും അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആക്കി. ചങ്ങനാശ്ശേരി അടുത്തുള്ള ചെത്തിപ്പുഴ ആശുപത്രിയിൽ ഞാൻ അഡ്മിറ്റഡായി കിടക്കുകയാണ്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി വളരെ ദൂരം യാത്ര ചെയ്തൊരമ്മച്ചി വന്നു. അമ്മച്ചിയോട് ഞാൻ ഈ ദൈവാനുഭവം പറഞ്ഞ് സന്തോഷിച്ചു. അപ്പോൾ അമ്മച്ചിക്ക് ഒരു സന്തോഷമില്ല. അമ്മച്ചി വളരെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അമ്മച്ചി ഇങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മച്ചിക്ക് ഒരു സന്തോഷമില്ലല്ലോ, എന്തു പറ്റി? അമ്മച്ചി പറയാ, തമ്പുരാൻ അച്ഛനെ ഇതിനു മാത്രം സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ പോരായിരുന്നു അച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി ഇതൊന്നും ഉണ്ടാകാതിരുന്നിരുന്നെങ്കിൽ അമ്മച്ചി എന്നെ കാണാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വരുമോ? അതില്ല. എനിക്ക് അമ്മച്ചിയോട് ദൈവാനുഭവം പറയാൻ പറ്റുമായിരുന്നോ? അതില്ല. ഇതിൻ്റെയൊക്കെ പുറകെ തമ്പുരാനൊരു പദ്ധതിയുണ്ട്. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ കഴിയുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇത്തരുണത്തിൽ ഓർക്കുകയാണ്. ദൈവം നയിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും തമ്പുരാനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ദൈവം അത് നിറവേറ്റും എന്നുള്ളത് വിശ്വസിക്കുക. ചിലപ്പോൾ പ്രാഥമികമായി നമ്മൾ നോക്കുമ്പോൾ ചില അനുഭവങ്ങളിൽ ഇത് ദൈവത്തിൻ്റെ സ്നേഹമാണോ, ഇത് ദൈവത്തിൻ്റെ പരിപാലനയാണോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ജീവൻ നൽകിയവന് ജീവനെ നിലനിർത്താനും അതിനെ പരിപാലിക്കുവാനും വേണ്ടതെല്ലാം ചെയ്യുമെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉൾക്കൊള്ളുവാൻ കഴിയണം എന്നതാണ് അച്ഛൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മളതേപ്പറ്റി ഒന്നും ഉത്കണ്ഠപ്പെടേണ്ടതില്ല. ദൈവം നൽകുന്ന
നയിക്കുന്ന വഴിയിലൂടെ നീങ്ങുക മാത്രമാണ് ആവശ്യം. രണ്ടാമത് നമ്മൾ കാണുന്നത്, പക്ഷികൾ അധ്വാനിക്കുന്നുണ്ട് എങ്കിലും കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. നമ്മളും അധ്വാനിക്കണം, എന്നാൽ ശേഖരിക്കുന്നതിൽ ആശ്രയം വെക്കേണ്ട എന്നാണ് കർത്താവ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ വേണ്ട. ശേഖരിച്ച് വെക്കുന്നതിൽ ഒട്ടേറെ അസ്വസ്ഥപ്പെട്ട് നീങ്ങുന്നവരുണ്ട്. വേണ്ട, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്യാം എന്നാണ് കർത്താവ് പറയുക. അധ്വാനിക്കണ്ടെന്ന് പറഞ്ഞില്ല, അധ്വാനിക്കണം. പക്ഷികൾ അധ്വാനിക്കുന്നുണ്ട്, നമ്മളും അധ്വാനിക്കണം. ശേഖരിച്ച് വെക്കുന്നതിൽ വളരെയേറെ ഉത്കണ്ഠപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് നീങ്ങേണ്ടതില്ല എന്നും കർത്താവ് അതിലൂടെ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. മൂന്നാമത് കർത്താവിൻ്റെ തന്നെ വചനമാണ്, ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഉത്കണ്ഠ നമുക്ക് ഒരു നന്മയും ചെയ്യുന്നില്ല. വാക്കുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ഉത്കണ്ഠ ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നുള്ളത് വളരെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരു പ്രയോജനമില്ല. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാം, എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥാവിശേഷത്തിൽ എത്തിച്ചേരും എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ആ ഉത്കണ്ഠ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് സുഖമായിട്ട് കർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ദൈവം നൽകിയിരിക്കുന്ന കൃപകൾ സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുക, അത്രേ ഉള്ളൂ. ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാൻ പേഴ്സണലി വ്യക്തിപരമായിട്ട് ഒത്തിരി യോഗ്യതയുള്ളവനോ അറിവുള്ളവനോ ഒന്നുമല്ല ദൈവവചനം പ്രഘോഷിക്കുവാൻ. കർത്താവ് ഇങ്ങനെ ഈ വഴിയിലൂടെ വഴി നടത്തി മുൻപോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുകയാണ് അച്ഛന്മാരെ, വൈദികരെ ധ്യാനിപ്പിക്കുവാൻ ദൈവം എന്നെ വിളിച്ചു. എനിക്ക് ഭയങ്കര പേടിയായി. എനിക്കതിനുള്ള യോഗ്യതയില്ല, കഴിവില്ല. എങ്കിലും പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, നിന്നെ വിളിച്ചത് ദൈവമാണ്, വിളിച്ചവൻ വിശ്വസ്തനുമാണ്. ദൈവം വിളിച്ചെങ്കിൽ ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്തു. അവിടെ നീ അതിനെപ്പറ്റി ഒന്നും അസ്വസ്ഥപ്പെടേണ്ടതില്ല എന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. വചനപ്രഘോഷണം നമ്മളെ ക്ഷണിക്കുന്നത് ദൈവമാണെന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ. എല്ലാ ബാക്കി കാര്യങ്ങളും ദൈവം ക്രമീകരിക്കും എന്ന് മനസ്സിൽ ധരിച്ച് മുൻപോട്ട് പോയപ്പോൾ ദൈവം ഭംഗിയായിട്ടെല്ലാം നടത്തി. ഉത്കണ്ഠപ്പെട്ട് നമ്മൾ ഇരുന്ന് അല്ലെ പിന്മാറുകയോ അല്ലെ അസ്വസ്ഥപ്പെടുകയോ ചെയ്താൽ ഒന്നും നടക്കത്തില്ല. ഉത്കണ്ഠകൾ കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക, കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തോളും. അതാണ് എൻ്റെ ചിന്ത. ഈ മൂന്നാമത്, ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നാലാമത്, ഒരു ദിവസം മാത്രം ആയുസ്സുള്ള പൂവിനെ ദൈവം ഇത്ര മനോഹരമായി അലങ്കരിക്കുന്നുവെങ്കിൽ മനുഷ്യനെ എത്രയേറെ പരിഗണിക്കും എന്ന് പറയുകയാണ്. ഒരു ദിവസം മാത്രമേ ഉള്ളൂ പൂവിന് ആയുസ്. അത് കഴിയുമ്പോൾ അത് വാടി കരിഞ്ഞ് കൊഴിഞ്ഞു പോകും. എന്നാൽ അതിന് ദൈവം വലിയ പരിപാലനയാണ് നൽകുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുകയാണ്. തമ്പുരാൻ ഓരോ ദിവസവും നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എത്ര മനോഹരമാക്കുവാൻ കർത്താവ് ശ്രദ്ധിക്കും എന്നുള്ളത് അവിടെ വ്യക്തമാണ്. മനോഹരമാക്കുക എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുമാണ്. ശരീരമായിട്ട് തള്ളിക്കളയാൻ പറ്റുകയില്ല. ശാരീരികമായിട്ടും നമ്മൾ മനോഹരമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. നമ്മളതിനു വേണ്ടി തത്രപ്പെടുകയല്ല. ദൈവം നമ്മളെ പരിപാലിക്കുന്നു, നയിക്കുന്നു, വഴി നടത്തുന്നു. ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴപ്പെടുവാൻ ഇടയാവണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അഞ്ചാമത്, ഉത്കണ്ഠ ദൈവവിശ്വാസമില്ലായ്മയാണ് എന്നും പറയാൻ പറ്റും. ഉത്കണ്ഠ എന്നെ വളരെയേറെ ബാധിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവവിശ്വാസം ഇല്ലെന്നാണ്. ദൈവസ്നേഹത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി ഉത്കണ്ഠപ്പെടുകയില്ല. എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, എന്നെ പരിപാലിക്കുന്ന ബോധ്യമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത്? ജോൺ എഫ് കെന്നഡി അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്ന രംഗം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ അവസരത്തിൽ ഒരു പ്രൊട്ടസ്റ്റൻ്റുകാരന്
അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് കണ്ടുകൊണ്ടാണ് ഈ മത്സരത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? നിങ്ങളൊരു കത്തോലിക്കനാണ്. നിങ്ങളൊരു കത്തോലിക്കനാണ് എന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചാൽ ആര് നിങ്ങൾ വോട്ട് ചെയ്യും? അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ മത്സരരംഗത്ത് മാറുക, അല്ലെങ്കിൽ നിങ്ങൾ കത്തോലിക്കനാണ് എന്നുള്ളത് പറയാൻ പാടില്ല. ചരിത്രം വായിച്ചിട്ടുള്ളവർക്കറിയാം ജോൺ എഫ് കെന്നഡിയുടെ ഉത്തരം എന്താണ്. ജോൺ എഫ് കെന്നഡി പറഞ്ഞു വെച്ചതാണ്, ഞാനൊരു കത്തോലിക്കനാണ്, ഞാനൊരു കത്തോലിക്കനായി തന്നെ നിലകൊള്ളുകയും ചെയ്യും, ഞാനൊരു കത്തോലിക്കനായി തന്നെ വോട്ട് ചോദിക്കും, അതറിഞ്ഞുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യുന്നവർ എനിക്ക് ചെയ്താൽ മതി എന്ന് അദ്ദേഹം തീർത്തു പറയുകയാണ്. നമുക്കറിയാം എന്താണ് റിസൾട്ട്. അദ്ദേഹം കത്തോലിക്കൻ എന്ന നിലയിൽ തന്നെ വോട്ട് ചോദിച്ചു, അതിലദ്ദേഹം വിജയിക്കുകയാണ്. അത് ചരിത്രത്തിലെ ഒരു സംഭവം ഞാൻ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആഴമായ ദൈവവിശ്വാസമുള്ളവർക്ക് യാതൊരു പ്രശ്നങ്ങളും അവരെ ഉത്കണ്ഠപ്പെടുത്തുകയില്ല. അവരെപ്പോഴും സന്തോഷഭരിതരായിരിക്കും. കാരണം അവർ ശക്തനായവൻ്റെ കരങ്ങളിലാണ് എന്ന് ബോധ്യമാണ് അവരെ നയിക്കുന്നത്. ആറാമത്, ഉത്കണ്ഠയെ പരാജയപ്പെടുത്താനുള്ള മാർഗം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുകയാണ്. ഒരു വലിയ സ്നേഹം മറ്റെല്ലാം നീക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ ശക്തിയായിട്ട് മാറുമ്പോൾ ഉത്കണ്ഠ നീങ്ങുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഉദാഹരണമൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു വലിയ ആൾ, ഒത്തിരി കഴിവുള്ള ഒരാൾ നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്കൊരു ഉത്കണ്ഠയും അപ്പോൾ ഇല്ല. ഒരു കൊച്ചു കുഞ്ഞിനെ എടുക്കുക, തൻ്റെ അപ്പൻ ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുമ്പോൾ കുഞ്ഞിന് യാതൊരു ഉത്കണ്ഠയുമില്ല. കാരണം ഞാൻ സുരക്ഷിതമായ കരങ്ങളിലാണ്. അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞ് അമ്മയുടെ കൈകളിൽ ഇരിക്കുമ്പോൾ ആ കുഞ്ഞിന് ഉത്കണ്ഠയെന്ന് പറയുന്ന സംഗതിയില്ല. കാരണം ആ കൊച്ചിനൊന്നു മാത്രം അറിയാം, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മച്ചിയുടെ അല്ല എൻ്റെ അപ്പച്ചൻ്റെ കൈകളിലാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ എന്തിനു അസ്വസ്ഥപ്പെടണം എന്നുള്ള ചിന്ത ആ കുഞ്ഞിനെ സ്വാധീനിക്കുന്നത് പോലെ തന്നെ ഒരു വലിയ സ്നേഹം എന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന ബോധ്യമുള്ള ഒരു വ്യക്തിക്കും ഉത്കണ്ഠപ്പെടേണ്ടി വരികയില്ല. അതുകൊണ്ട് ഉത്കണ്ഠയെ പരാജയപ്പെടുത്താനുള്ള മാർഗം ഇതാണ്, തമ്പുരാൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഞാൻ ആ കാര്യത്തിൽ മുഴുകിയിരിക്കുമ്പോൾ എനിക്ക് മറ്റു ഭയങ്ങളൊന്നുമില്ല. ഞാൻ ചെയ്യുന്നതെല്ലാം ദൈവത്തിന് വേണ്ടിയാണ്, ദൈവത്തിൻ്റെ കാര്യങ്ങളാണെന്ന ബോധ്യമുണ്ടാകുമ്പോൾ എൻ്റെ ഭാഷ പറഞ്ഞാൽ ബോള് തമ്പുരാൻ്റെ കോർട്ടിലാണ്. അപ്പോൾ തമ്പുരാനാണത് പിന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതിനെപ്പറ്റിയൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് അച്ഛൻ പറയുന്നത്. ഉത്കണ്ഠ നീങ്ങിപ്പോകുവാനുള്ള ഒരു കാര്യമാണത്, ദൈവത്തിൻ്റെ കോർട്ടിലേക്ക് ബോളടിച്ചു മാറ്റുക. അപ്പോൾ കർത്താവ് അത് നയിച്ചുകൊള്ളും എന്നുള്ള ബോധ്യം ഹൃദയങ്ങളിൽ ഉൾക്കൊള്ളണം എന്നതാണ് അച്ഛൻ പറഞ്ഞത്. ഏഴാമത്, ഓരോ ദിവസവും ജീവിച്ചാൽ മതി. ലിവ് ഫോർ വൺ ഡേ. ഈ തത്വം സ്വീകരിച്ചാൽ ഉത്കണ്ഠ നീങ്ങും. ലിവ് ഫോർ വൺ ഡേ. ഇന്നൊരു ദിവസം എനിക്ക് ജീവിച്ചാൽ മതി. നിങ്ങൾക്കറിയാം, ഇത് എന്നെ കേൾക്കുന്നവർക്കറിയാമായിരിക്കും. AA എന്ന ആൽക്കഹോളിക് അനോണിമസിൻ്റെ മദ്യ വിമുക്തരായവരുടെ കൂട്ടായ്മയുടെ ഒരു തത്വമാണിത്. ലിവ് ഫോർ വൺ ഡേ. അത് ഈ വചനത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ഒരു ദിവസം, അന്നത്തെ ദിവസം ജീവിച്ചാൽ മതി. എനിക്ക് ധാരാളം ദിവസം ജീവിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ടെൻഷനാണ്. മദ്യപാനിക്ക് അയ്യോ ഇനി മരണം വരെ മദ്യപിക്കാൻ പറ്റുകയല്ലേ എന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ ഇടയ്ക്ക് വീണെങ്കിലോ. അപ്പോൾ എന്താണ് മദ്യ വിമോചിതരോട് പറഞ്ഞു കൊടുക്കുന്നത്? ലിവ് ഫോർ വൺ ഡേ. ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ മദ്യപിക്കുകയില്ല, ഇത്ര മതി. നാളെ രാവിലെ വീണ്ടും ആ പ്രതിജ്ഞയാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആ പ്രസ്ഥാനത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് അത് നമുക്കെല്ലാം വളരെ നല്ലതാണ്. ഓരോരുത്തരും ആലോചിച്ച് നോക്കിയേ, ഇനി എത്ര നാൾ ജീവിക്കണം എൻ്റെ ദൈവമേ എന്നോർത്ത് ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടാതെ ഉത്കണ്ഠപ്പെടാതെ ഇന്ന് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ തമ്പുരാൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ ജീവിക്കും, ദൈവഹിതം അനുസരിച്ച് ഞാൻ നീങ്ങും. നാളത്തെ ദിവസം ഉണ്ടെങ്കിൽ
നാളെ അത് ചെയ്ത് ചിന്തിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം എത്ര സന്തോഷപ്രദമാണ്. ലിവ് ഫോർ വൺ ഡേ. ഓരോ ദിവസവും ജീവിച്ചാൽ മതി. അതാണ് കർത്താവ് അവതരിപ്പിച്ചത്. നമ്മൾ വചനത്തിൽ കേട്ടുകഴിഞ്ഞു. നാളെയെക്കുറിച്ച് ആകുലരാകേണ്ട, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. അപ്പം ഇന്ന് എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല, ആ ഒരു ബോധ്യത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയട്ടെ എന്നാണ് അച്ഛന് പറയാനുള്ളത്. 8, ഉത്കണ്ഠ നമുക്ക് ഒത്തിരി ദൂഷ്യം വരുത്തുന്നു. ഞാൻ പറയാൻ നമുക്കറിയാം, ശരീര അസുഖങ്ങൾ ഉണ്ടാകുന്നു. തിരുവചനം തന്നെ പറയുന്നുണ്ട്, പഴയ നിയമത്തിൽ ഉത്കണ്ഠ എന്തെല്ലാം വരുന്നല്ലേ, അകാല വാർദ്ധക്യം വരുത്തുന്നു. പ്രഭാഷകന്റെ വാക്കുകളാണ്. അപ്പം ഇങ്ങനെ ശരീരത്തിന് ഒത്തിരി അസ്വസ്ഥതകൾ വരുത്തുന്നുണ്ട്. ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു, അതിന് രോഗത്തിനെല്ലാം അവന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഇതൊരുവൻ്റെ വിധിയെയും തീരുമാനമെടുക്കാനുള്ള കഴിവിനെയും ഒക്കെ ബാധിക്കുന്നു. എപ്പോഴും ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളിന് അവൻ്റെ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അവൻ്റെ വിധിയെയും അത് ബാധിക്കുന്നതാണ്. ഉത്കണ്ഠ അസ്വസ്ഥപ്പെടരുത്. നമുക്കറിയാം, പാപം കൂടിയാണ്. അങ്ങനെ ഒട്ടേറെ ഉത്കണ്ഠപ്പെടേണ്ടത് ആവശ്യമില്ല. പരമാവധി ചെയ്തിട്ട് ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഞാൻ എപ്പോഴും പറയും, യോഹന്നാൻ 14:1, നിങ്ങൾ ആകുലപ്പെടേണ്ട, അസ്വസ്ഥപ്പെടേണ്ട എന്ന് കർത്താവ് പറയുകയാണ്. അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമ്മൾക്ക് ചെയ്യാവുന്ന ചെയ്യുക, ബാക്കി ദൈവത്തിന് വിട്ടുകൊടുത്താൽ മതി. അങ്ങനെ ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. 9, ഉത്കണ്ഠ അന്ധതയാണ്. പ്രകൃതിയിലേക്ക് നോക്കുന്നയാൾ ഉത്കണ്ഠപ്പെടുകയല്ലെന്നാണ്. അതാ കർത്താവ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഈ പുല്ലിനെ, ഈ പൂവിനെ എന്നൊക്കെ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം അതാണ്. പ്രകൃതിയിലേക്ക് നോക്കിക്കേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആരും ഉത്കണ്ഠപ്പെടത്തില്ല. ദൈവം എല്ലാത്തിനും അതിൻ്റെതായ ക്രമീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിനുണ്ട്, മൃഗങ്ങൾക്കുണ്ട്, എല്ലാം പരിപാലിക്കുന്നുണ്ട്. അതിലേക്ക് നോക്കണം. കണ്ണു തുറന്ന് നോക്കിയാൽ മതി. എല്ലാത്തിനും ദൈവം ഒരു വഴി കണ്ടെത്തും. അപ്പോൾ അവിടെ ഉത്കണ്ഠ ആവശ്യമില്ല. അവസാനമായി, ഉത്കണ്ഠ ആധ്യാത്മികതയുടെ അഭാവമാണ്. ചില സാഹചര്യങ്ങളിൽ ചിലർ ഒത്തിരി ഉത്കണ്ഠപ്പെടുന്നു, ചിലർ ഒട്ടും ഉത്കണ്ഠപ്പെടുന്നില്ല. ഇങ്ങനെ 2 കൂട്ടരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഹൃദയത്തിൻ്റെ അവസ്ഥയുടെ വ്യത്യാസമാണ്. ചിലർ വളരെ സന്തോഷഭരിതരാ, ഏത് സാഹചര്യങ്ങളിൽ പോയാലും അവർക്ക് ഉത്കണ്ഠയൊന്നുമില്ല. അതൊരു നിരുത്തരവാദിത്വപരമായ സമീപനമാണ് എന്നൊന്നും അല്ല അച്ഛൻ പറഞ്ഞു വരുന്നത് കേട്ടോ. കാരണം അവർക്കൊരു കാര്യം ഉറപ്പാണ്, കർത്താവ് എല്ലാം നടത്തും. നമ്മൾ ഉത്കണ്ഠപ്പെടുന്ന എന്ത് കാര്യം? അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉത്കണ്ഠകൾ മാറുകയാണ്. നമുക്കവിടെ സന്തോഷത്തോടു കൂടി വ്യാപരിക്കുവാൻ സാധിക്കും. എന്ത് പ്രശ്നങ്ങളും ആയിക്കോട്ടെ. ചില പറയല്ലേ, മല പോലെ വന്നത് എരി പോലെ പോയി. ഇങ്ങനെ നാട്ടിലൊരു പറച്ചിലുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങളായിട്ട് വന്നതാ, കൂടി വന്നതാ. പക്ഷെ അതെല്ലാം നിസ്സാരമായി പോയി കഴിയുമ്പം ദീർഘവിശ്വാസം വിട്ടിട്ട് കാര്യമില്ല. വിശ്വാസത്തോടു കൂടി നമുക്കത് കാണാൻ പറ്റണം. ഏത് മലയെയും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, എടുത്തു മാറ്റാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ബോധ്യത്തോടെ നമ്മൾ നീങ്ങുമ്പോൾ നമ്മുടെ ജീവിതം ഏറെ സന്തോഷപ്രദമായി മാറുകയാണ്. ഞാൻ ആധ്യാത്മികനല്ലെങ്കിൽ, എനിക്ക് ആധ്യാത്മിക ജീവിതം എനിക്ക് നശിച്ചു കിടക്കുകയാണ്, നമ്മൾ എപ്പോഴും ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ പാപത്തിൻ്റെ വഴികളിലൂടെ നീങ്ങുക, നമ്മൾ അസ്വസ്ഥതകളിലാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഉത്കണ്ഠയാണ്. നമുക്ക് ആളുകളെ ഫേസ് ചെയ്യാനായിട്ട് പോലും പറ്റുന്നില്ല. ഒരാൾ വർത്തമാനം പറയും പോലും നമ്മൾ വേവറിങ്ങാണ്. കാരണം എന്താ? നമ്മൾ പാപത്തിലാണ്. എന്നാൽ നമ്മൾ പാപത്തിലല്ല, നമ്മൾ കൃപയിലാണെന്നൊന്ന് വിചാരിച്ചു. കൃപയിലാണെങ്കിൽ നമുക്കെല്ലാത്തിനും സന്തോഷമാണ്, എല്ലാവരോടും ഇടപെടാനായിട്ട് എളുപ്പമാണ്. എല്ലാം ദൈവം നോക്കിക്കോളൂന്നേ, നമുക്കെന്താ പ്രശ്നം എന്ന് നമ്മൾ കരുതും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാകണം. ഈ വ്യത്യാസം അതാണ്. ആത്മീയർ എപ്പോഴും സന്തോഷഭരിതരാണ്, ആത്മീയരല്ലാത്തവർ അസ്വസ്ഥരാണ്.
ചിലർ പറയാറില്ല ആധ്യാത്മിക അടയാളമായിട്ട് അദ്ദേഹത്തിന് മുഖത്തോട് നോക്കി എന്തൊരു സന്തോഷമാണ്. അത് ആധ്യാത്മികതയുടെ ഭാഗമാണ്. ഇത് ഹൃദയത്തിൻ്റെ അവസ്ഥയുടെ വ്യത്യാസമാണ്. യേശയ്യ 26:3 ഞാൻ അവസാനമായിട്ട് ഉദ്ധരിക്കുകയാണ്. യേശയ്യ 26:3 ഹൃദയത്തിൽ നിൽക്കണം. എന്താണത്? ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവന് ദൈവം സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ ദൈവം സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരിക്കലും ഉത്കണ്ഠപ്പെടുകയില്ല. അപ്പം പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തിൽ ഹൃദയം ഉറപ്പിക്കാം. അപ്പോൾ നമ്മുടെ സമാധാനം ആരും എടുത്തു മാറ്റുകയില്ല. അങ്ങനെ ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഒരു നവ്യമായ ജീവിതം നയിക്കുവാൻ ഏവർക്കും ഇടയാവട്ടെ എന്ന് വളരെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന പൊന്നു തമ്പുരാനെ, ഇന്നേ ദിവസം ദൈവപരിപാലനയെക്കുറിച്ച് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു. ആ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട്, ആ പരിപാലനയിൽ ശരണം വെച്ചുകൊണ്ട് സന്തോഷമുള്ള ഒരു കുടുംബ ജീവിതം നയിക്കുവാൻ, സന്തോഷമുള്ള ഒരു സമൂഹ ജീവിതം നയിക്കുവാൻ, ഒരു വ്യക്തി ജീവിതം നയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ മുഴുവനായും അങ്ങിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അനുദിന വിശുദ്ധർ. ഡിസംബർ 27 വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. സെബദിയുടെ പുത്രന്മാരായ യോഹന്നാനും യാക്കോബും സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. യേശുവിന്റെ അന്ത്യത്താഴ സമയത്ത് ഈശോയുടെ മാറിൽ ചാരിക്കിടന്ന ശിഷ്യനും രൂപാന്തരപ്പെട്ടപ്പോൾ അതിന് സാക്ഷ്യം വഹിച്ചവനും ചോര വിയർത്ത് പ്രാർത്ഥിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്നവനും എല്ലാവരും ഓടിപ്പോയപ്പോൾ കുരിശൻ ചുവട്ടിൽ നിന്നവനും യേശുവിന്റെ അമ്മയെ സംരക്ഷിച്ചവനുമായിരുന്ന വിശുദ്ധ യോഹന്നാൻ യേശുവിന്റെ പ്രിയ ശിഷ്യനായി അറിയപ്പെടുന്നു. സുവിശേഷങ്ങളും 3 ലേഖനങ്ങളും വെളിപാട് പുസ്തകവും രചിച്ച വിശുദ്ധനും കൂടിയാണ് യോഹന്നാൻ ശ്ലീഹ. ജെറുസലേമിലും എഫേസോസിലും സുവിശേഷം പ്രസംഗിച്ച യോഹന്നാൻ ശ്ലീഹ പാത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുന്നതിനു മുൻപ് ഡൊമീഷ്യൻ ചക്രവർത്തി ഇദ്ദേഹത്തെ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വറുത്തു നോക്കിയെങ്കിലും അത്ഭുതകരമാവണ്ണം സംരക്ഷിക്കപ്പെട്ടുവെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. AD 101 എഫേസോസിൽ വെച്ച് തന്റെ ഈ ലോകവാസം അവസാനിപ്പിച്ച് യേശുനാഥൻ തനിക്കായി ഒരുക്കിയ നിത്യസമ്മാനം വാങ്ങാൻ യാത്രയായി. യേശുവിന്റെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും കൂടെ നിന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായെ യേശുവിന്റെ കൂടെ വസിക്കാനും അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാനും ആ സ്നേഹം പകർന്നു കൊടുക്കുന്നവരായി തീരാനും വേണ്ട കൃപയ്ക്കായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കാർഷിക സംസ്കാരത്തിന്റെ വൈജ്ഞാനിക മേഖലയും ക്രൈസ്തവ പ്രേഷിത ദൗത്യവും ജീവിതയാത്രയിൽ സമന്വയിപ്പിച്ച വനിത. കാർഷിക സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറും കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ മേരി റെജീന സഹയാത്രികയിൽ നിങ്ങളോടൊപ്പം. സഹയാത്രിക ഇന്ന് രാത്രി 8 മണിക്ക്. സർഗോത്സവത്തിലേക്ക് സ്വാഗതം. കൗമാര സ്വപ്നങ്ങളുടെയും വിശ്വാസദീപ്തിയുടെയും നേർക്കാഴ്ചകളായി കേരളത്തിലെ പ്രമുഖ വിദ്യാലയങ്ങളും ഷാലോം ടിവിയും ചേർന്നൊരുക്കുന്ന കലാവിരുന്ന് സർഗോത്സവം, ദ ടാലന്റ് ഫെസ്റ്റ്. നാളെ വൈകിട്ട് 6 മണിക്ക്. ஒவ்வொரு குழந்தையும் ஆண்டவரின் தானம், ஒவ்வொரு புதுப்பிறப்பும் உலகத்தின் மகிழ்ச்சி. ஷாலோம் குடும்பத்தின் புத்தம் புதிய வெளியீடு ஷாலோம் டைம்ஸ் தமிழ். பாரதத்தின் அப்போஸ்தலர் புனித தோமையார் குருதி சிந்திய மண் தமிழ் மண். இப்போது வந்துவிட்டது ஷாலோம் டைம்ஸ் உங்கள் ஊரிலும். தமிழ் மக்களின் ஆன்மீக தேடலுக்கு புது பார்வையும் புது அர்த்தமும் நல்க ஷாலோம் டைம்ஸை அறிமுகப்படுத்துகிறோம். தனிப்பிரதி ரூபாய் 15, வருட சந்தா ரூபாய் 180, வெளிநாடுகளுக்கு ரூபாய் 1500. தொடர்பு கொள்ளுங்கள்
The Circulation Manager, Shalom Times Tamil, Pervenamuri, Kozhikode, Kerala. 6735228. தொலைபேசி எண் 0496266461